أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഫാത്തിഹയുടെ 7-ാമത്തേതും അവസാനത്തേതുമായ ആയത്താണ് പാരായണം ചെയ്യപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിന് പാത്രമായവരുടെയോ വഴിപിഴച്ചവരുടെയോ മാർഗത്തിലല്ല. സൂറ ഫാത്തിഹയുടെ വിശദീകരണം ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും നൽകി വരികയാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഹുസൂർ പറയുന്നു, ഇതിനു മുമ്പുള്ള ആയത്തിൽ, അതായത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്നതിൽ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നയിക്കണം എന്ന് ദുആ ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ആ ദുആയിൽ പറഞ്ഞ നേരായ മാർഗം ഏതാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കുന്നു. അത് ഏതെങ്കിലും സാധാരണ മാർഗമല്ല, മറിച്ച് ഉന്നതരും പുരോഗതി കരസ്ഥമാക്കിയതുമായ ആളുകളുടെ മാർഗമാകുന്നു. ഇസ്ലാം മുസ്ലിങ്ങൾക്ക് ആദ്യ അധ്യായത്തിൽ തന്നെ നൽകുന്ന ഈ ഒരു ലക്ഷ്യം എത്രമാത്രം ഉന്നതമായ ഒന്നാണ്. നന്മയുടെ കാര്യത്തിൽ കേവലം നന്മ നേടുക എന്ന ഒരാഗ്രഹമല്ല ഉണ്ടാകേണ്ടത്, മറിച്ച് പാരിതോഷികങ്ങൾ നേടിയ ആളുകളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തണമെന്ന ആഗ്രഹമാണ് ഒരു മുസ്ലിമിനുണ്ടാകേണ്ടത്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർക്ക് താഴേക്കിടയിലുള്ള സ്ഥാനങ്ങളിൽ ഒതുങ്ങിയിരിക്കാൻ സാധിക്കുകയില്ല. ചെറിയ ചെറിയ പുരോഗതികളിൽ അവർ സന്തോഷിക്കുകയില്ല. ആരാണോ അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നത് അവർ സർവ പുരോഗതിയും ആഗ്രഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവർക്ക് എത്ര പുരോഗതി ലഭിച്ചാലും അതിനെയൊന്നും തന്നെ അവർ അവസാനമായി കാണുകയില്ല. ഒരു മുഅ്മിനെ അഥവാ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുരോഗതികളുടെ പടവുകൾ കയറിക്കൊണ്ടിരിക്കാൻ അവൻ്റെ ഹൃദയം എപ്പോഴും ആഗ്രഹിക്കുന്നു എന്നതുകൂടാതെ അവൻ്റെ റബ്ബും അതിനുവേണ്ട അധ്യാപനങ്ങൾ അവന് നൽകുന്നു എന്നതാണ് ഏറെ സന്തോഷകരം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ഭൗതികവും മതപരവുമായ ഏത് അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. സൂറത്ത് ബനി ഇസ്രായേലിൽ അള്ളാഹു പറയുന്നു, വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനബ്ആ ബിജാനിബിഹി. നാം മനുഷ്യന് ഒരു അനുഗ്രഹം നൽകുമ്പോൾ അവൻ നന്ദി കാണിക്കുന്നതിന് പകരം മുഖം തിരിക്കുകയും ഒരു ഭാഗത്തേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു. ഈ ആയത്തിൽ ഇനാം അഥവാ അനുഗ്രഹം എന്നതുകൊണ്ട് ഭൗതികമായ അനുഗ്രഹങ്ങളാണ് വിവക്ഷ. പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിനും വിശുദ്ധ ഖുർആനിൽ നിഅമത്ത് അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. എല്ലാ ഔദാര്യങ്ങളും നിഅമത്ത് അഥവാ അനുഗ്രഹമാണെങ്കിലും ചില ഔദാര്യങ്ങൾ പ്രത്യേകമായി നിഅമത്ത് എന്ന് വിളിക്കപ്പെടാവുന്നതാണ്. ഉദാഹരണമായി സൂറത്തുൽ മാഇദയിൽ മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് പറയുന്നു, അള്ളാഹു നിങ്ങളിൽ പ്രവാചകന്മാരെ നിയമിക്കുകയും നിങ്ങളെ രാജാക്കന്മാരാക്കുകയും മറ്റിതര സമുദായങ്ങൾക്ക് നൽകാത്ത അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്ക് 3 തരംതിരിക്കാം. 1 ഭൗതികമായ അനുഗ്രഹങ്ങൾ, 2 മതപരമായ അനുഗ്രഹങ്ങൾ, 3 ആപേക്ഷികമായി ലഭിക്കുന്ന മതപരമോ ഭൗതികമോ ആയ അനുഗ്രഹങ്ങൾ. അതായത് ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ അവരോടൊപ്പമുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് നൽകപ്പെടുന്ന അനുഗ്രഹം. പലപ്പോഴും മനുഷ്യൻ വലിയ സ്ഥാനം അല്ലെങ്കിൽ അനുഗ്രഹം കരസ്ഥമാക്കുന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് വലിയ സ്ഥാനം ലഭിക്കണമെന്നതാണ്.
മേലുദ്ധരിച്ച ആയത്തിൽ മൂസാ നബി അലൈഹിസ്സലാം ബനി ഇസ്രായേൽ ഈ 3 തരത്തിലും അനുഗ്രഹം ലഭിച്ചതായി പറയുന്നു. അവരിൽ ഭൗതികമായ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ ആ സമൂഹം ദീർഘകാലത്തേക്ക് രാജാക്കന്മാരായിക്കൊണ്ട് ഭരണം നടത്തി. ഭൗതികമായ പുരോഗതിയുടെ പാരമ്യത കരസ്ഥമാക്കണമെങ്കിൽ അതിന് രാജാധികാരം ലഭിക്കേണ്ടതുണ്ട്. ദീർഘകാലം രാജാധികാരം ലഭിച്ചു എന്നത് ഭൗതികമായി പുരോഗതി കൈവരിക്കുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് തുറക്കപ്പെട്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഭൗതികമായി രാജാധികാരം നൽകപ്പെടുന്നത് പോലെ തന്നെ ആത്മീയമായി ഔന്നത്യങ്ങൾ കരസ്ഥമാക്കുന്നതിന് അതിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം പ്രവാചകത്വമാണ്. മൂസാ നബിയുടെ സമൂഹത്തിൽ 1 or 2 പ്രവാചകന്മാരല്ല, മറിച്ച് ദീർഘകാലം അമ്പിയാക്കളുടെ ഒരു ശൃംഖല തന്നെ അവർക്ക് നൽകപ്പെട്ടു. ഇനി 3-മത്തേത് ആപേക്ഷികമായുള്ള അനുഗ്രഹമാണ്. അതായത് ഭൗതികവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു എന്ന് മാത്രമല്ല, മറ്റ് സമൂഹങ്ങളോട് തട്ടിച്ചു നോക്കുമ്പോൾ, മത്സരിച്ചു നോക്കുമ്പോൾ അവരെക്കാളെല്ലാം അധികമായി ഇവർക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടു എന്ന് കാണാം. അതായത് കേവലം രാജാധികാരം മാത്രമല്ല ലഭിച്ചത്, മറിച്ച് രാജാക്കന്മാരുടെ രാജാവാകുവാനും കേവലം പ്രവാചകത്വം നൽകപ്പെടുന്നതിന് പകരം മറ്റ് പ്രവാചകന്മാർക്ക് മാർഗദർശികളാകുന്ന പ്രവാചകന്മാരെയും ബനൂ ഇസ്രായേലിന് നൽകുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ 3 തരത്തിലുള്ള അനുഗ്രഹവും മൂസാ നബിയുടെ സമൂഹത്തിന് നൽകപ്പെട്ടു. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.